കേരളത്തിലെ വയോജനങ്ങളെ സംബന്ധിച്ച പുതിയ പദ്ധതികൾ സാമൂഹിക സുരക്ഷാ പെൻഷൻ, പെൻഷൻ വർധനവ്, ആരോഗ്യ സംരക്ഷണ പദ്ധതികൾ, വയോജന ക്ഷേമവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. കേരളത്തിൽ വയോജനങ്ങളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സംസ്ഥാന ജനസംഖ്യയിലെ വലിയൊരു ഭാഗം 60 വയസ്സിന് മുകളിലുള്ളവരാണ്. ഈ സാഹചര്യത്തിൽ വയോജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷ, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക സുരക്ഷ, ഏകാന്തത കുറയ്ക്കൽ, വീടുകളിൽ തന്നെ പരിചരണം ലഭ്യമാക്കൽ തുടങ്ങിയ ലക്ഷ്യത്തോടെ നിരവധി പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരുന്നു. 2026 കേരള സർക്കാർ വയോജനങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ട് പുതിയ നയങ്ങളും പദ്ധതികളും രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. വയോജനങ്ങളുടെ അവകാശങ്ങളും ക്ഷേമവും സംരക്ഷിക്കുന്നതിനായി കേരള സംസ്ഥാന വയോജന നയം 2026 മന്ത്രിസഭ അംഗീകരിച്ചിട്ടുണ്ട്. ഈ നയം വയോജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക, ആരോഗ്യപരമായ സുരക്ഷ ഉറപ്പാക്കുക, സാമൂഹികമായി സജീവരാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിലവിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നുണ്ട്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ തുടങ്ങിയ വിവിധ ഭാഗങ്ങളിലായാണ് ഈ സഹായം ലഭിക്കുന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ കേരളത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന പ്രധാന പദ്ധതിയാണ്. കേരളത്തിലെ ക്ഷേമ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം പ്രതിമാസ പെൻഷൻ 3000 ആക്കുമോ എന്നതാണ്. നിലവിൽ കേരളത്തിൽ സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ 2000 രൂപയാണ്. 2025 1600 നിന്ന് 2000 ആക്കി വർദ്ധിപ്പിച്ചിരുന്നത്. 62 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് ഈ പെൻഷൻ ലഭിക്കുന്നുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രധാന മുന്നണികൾ ക്ഷേമ പെൻഷൻ 3000 ഉയർത്തുമെന്ന വാഗ്ദാനം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. നിലവിലെ 2000 നിന്ന് 1000 വർദ്ധിപ്പിച്ച് 3000 ആക്കുമെന്ന പ്രഖ്യാപനങ്ങൾ വന്നത്. എന്നാൽ ഏറ്റവും പുതിയ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം സംസ്ഥാനത്ത് ഇപ്പോഴും ക്ഷേമ പെൻഷൻ 2000 തന്നെയാണ്. കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ക്ഷേമ പെൻഷൻ പോർട്ടലിലും 2000 എന്ന തുകയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2026-27 ബജറ്റിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി 14,500 കോടി വകയിരുത്തിയിട്ടുണ്ട്. ഇത് പെൻഷൻ പദ്ധതികൾ തുടരാനുള്ള സർക്കാർ പ്രതിബദ്ധത വ്യക്തമാക്കുന്നുവെങ്കിലും 3000 ആക്കി വർദ്ധിപ്പിച്ചതായി ബജറ്റിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. 3000 വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ സാമ്പത്തിക ബാധ്യതയാണ് സർക്കാരിന് നേരിടേണ്ടി വരിക. നിലവിൽ 2000 നൽകാൻ വർഷത്തിൽ ഏകദേശം 14,500 കോടിയിലധികം ചെലവാകുമ്പോൾ 3000 ആക്കിയാൽ വാർഷിക ചെലവ് 22,000 കോടിയിലേറെ ആകുമെന്നാണ് വിലയിരുത്തൽ. വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം കേരള സർക്കാർ കൂടുതൽ ശക്തമാക്കുകയാണ്. വീടുകളിൽ ഒറ്റയ്ക്ക് കഴിയുന്ന വയോജനങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ എത്തിക്കുന്നതിനായി വിവിധ ആരോഗ്യ പദ്ധതികൾ പ്രവർത്തിക്കുന്നു. പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ കൂടുതലായി വയോജനങ്ങളെ ബാധിക്കുന്നതിനാൽ ഇവർക്കായി പ്രത്യേകം പരിശോധനകളും ചികിത്സാ സഹായങ്ങളും ലഭ്യമാക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നു. പുതിയ വയോജന നയത്തിന്റെ ഭാഗമായി ജീരിയാട്രിക് കെയർ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയോജനങ്ങൾക്ക് സൗജന്യ ചികിത്സയും ആരോഗ്യ സഹായവും ലഭ്യമാക്കുന്നതിനായി വിവിധ ജില്ലകളിൽ വയോമിത്രം പദ്ധതികൾ പ്രവർത്തിക്കുന്നു. ആരോഗ്യ പരിശോധന, കൗൺസിലിംഗ്, മരുന്ന് വിതരണം, വീട്ടിലെത്തി സേവനം നൽകൽ തുടങ്ങിയ സേവനങ്ങൾ ഈ പദ്ധതിയിലൂടെ ലഭ്യമാകുന്നു. ഏകാന്തത അനുഭവിക്കുന്ന വയോജനങ്ങൾക്ക് സാമൂഹിക ഇടപെടലുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രത്യേകം പരിപാടികളും നടപ്പിലാക്കുന്നുണ്ട്. കേരളത്തിൽ വയോജനങ്ങളെ സഹായിക്കുന്ന മറ്റൊരു പ്രധാന പദ്ധതിയാണ് വയോരക്ഷയാണ്. ഒറ്റയ്ക്ക് കഴിയുന്ന വയോജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക, അടിയന്തര ഘട്ടങ്ങളിൽ സഹായം ലഭ്യമാക്കുക, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിവേഗ സേവനം നൽകുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതോടൊപ്പം കിടപ്പു രോഗികളായ വയോജനങ്ങൾക്ക് സഹായം നൽകുന്ന വയോസാന്ത്വനം പദ്ധതി പ്രവർത്തിക്കുന്നു. വീടുകളിൽ കഴിയുന്ന നിർധന വയോജനങ്ങൾക്ക് ചികിത്സാ സഹായം, ഉപകരണങ്ങൾ, പരിചരണം എന്നിവ ഈ പദ്ധതിയിലൂടെ ലഭ്യമാകുന്നു. സാമൂഹിക ഒറ്റപ്പെടൽ വയോജനങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നമാണ്. മക്കൾ വിദേശത്തോ മറ്റ് സംസ്ഥാനങ്ങളിലോ താമസിക്കുന്ന സാഹചര്യത്തിൽ ഒറ്റപ്പെടുന്ന വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി സല്ലാപം പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഫോൺ മുഖേന വയോജനങ്ങളുമായി ആശയവിനിമയം നടത്തുകയും മാനസിക പിന്തുണ നൽകുകയും ചെയ്യുന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇത് വയോജനങ്ങളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ സഹായകരമാണ്. വയോജനങ്ങൾക്ക് സൗജന്യ ദന്ത ചികിത്സ ലഭ്യമാക്കുന്നതിനായി മന്ദഹാസം പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി പല്ല് വയ്ക്കുന്നതിനും ദന്തപരിചരണ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുമാണ് പദ്ധതി.
ഇതിലൂടെ ഭക്ഷണം കഴിക്കുന്നതിലും ആരോഗ്യപരമായ ജീവിതം നയിക്കുന്നതിലും വലിയ സഹായമാണ് ലഭിക്കുന്നത്. വീടുകളിൽ സുരക്ഷിതമായി താമസിക്കാൻ കഴിയാത്ത നിർധന വയോജനങ്ങൾക്ക് സായംപ്രഭ ഹോം, സെക്കൻഡ് ഇന്നിംഗ്സ് ഹോം പോലുള്ള പദ്ധതികൾ പ്രവർത്തിക്കുന്നു. താമസം, ഭക്ഷണം, ചികിത്സ, വിനോദ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. വയോജനങ്ങളുടെ ജീവിതം കൂടുതൽ സുരക്ഷിതവും സന്തോഷകരമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. 2026 കേരളത്തിൽ വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്ന പ്രഖ്യാപനം വലിയ ശ്രദ്ധ നേടിയിരുന്നു. വയോജനങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതികളും ഏകോപിപ്പിച്ച് കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കുക എന്നതാണ് ഈ വകുപ്പിന്റെ ലക്ഷ്യം. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്ക് പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കേരളത്തിലെ വയോജന ക്ഷേമവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ കേവലം പെൻഷൻ വിതരണം ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇന്ന് സർക്കാർ ലക്ഷ്യമിടുന്നത് വയോജനങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷ മാത്രമല്ല, മറിച്ച് ആരോഗ്യകരവും സുരക്ഷിതവും ആത്മാഭിമാനത്തോടെയും ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. അതിനായി സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നു. വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുന്നതിനും ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനുമായി എൽഡർ ലൈൻ 145667 സേവനം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹെൽപ്പ് ലൈൻ വഴി ആരോഗ്യ സഹായം, നിയമസഹായം, മാനസിക പിന്തുണ, അടിയന്തര സേവനങ്ങൾ എന്നിവ ലഭ്യമാകുന്നു. കുടുംബങ്ങളുടെ അവഗണന, സ്വത്ത് തർക്കങ്ങൾ, സാമ്പത്തിക ചൂഷണം, ശാരീരിക പീഡനം തുടങ്ങിയ വിഷയങ്ങളിലും ഈ സേവനം ഇടപെടുന്നു. കേരളത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വീടുകളിലെത്തി സേവനം നൽകുന്ന പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെ നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വയോജനങ്ങളെ നേരിട്ട് സന്ദർശിച്ച് ആരോഗ്യനില വിലയിരുത്തുകയും ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നു. കിടപ്പ് രോഗികളായവർക്കും സ്ഥിരമായി ചികിത്സ ആവശ്യമുള്ളവർക്കും വീട്ടിലെത്തുന്ന പാലിയേറ്റീവ് കെയർ സേവനങ്ങൾ വലിയ ആശ്വാസമായി മാറിയിട്ടുണ്ട്. കേരളത്തിലെ വയോജന നയം 2026 പ്രകാരം വയോജന സൗഹൃദ ഗ്രാമങ്ങളും നഗരങ്ങളും രൂപീകരിക്കാനുള്ള നിർദ്ദേശങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട്. പൊതുസ്ഥലങ്ങൾ, പാർക്കുകൾ, ആശുപത്രികൾ, സർക്കാർ ഓഫീസുകൾ, ബാങ്കുകൾ എന്നിവ വയോജനങ്ങൾക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ക്രമീകരിക്കുന്നതാണ് ലക്ഷ്യം. വയോജനങ്ങൾക്ക് പ്രത്യേക കൗണ്ടറുകൾ, ഇരിപ്പിടങ്ങൾ, റാമ്പുകൾ, സഹായ സംവിധാനങ്ങൾ എന്നിവ കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള നടപടികൾ ആലോചനയിലാണ്. വയോജനങ്ങളുടെ മാനസികാരോഗ്യം എന്ന വലിയ വെല്ലുവിളിയാണ്. വിരമിക്കലിന് ശേഷമുള്ള ഏകാന്തത, കുടുംബാംഗങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ടി വരുന്നത്, ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവ പലരെയും വിഷാദ രോഗത്തിലേക്ക് നയിക്കുന്നു. ഇതിന് പരിഹാരമായി വിവിധ ജില്ലകളിൽ വയോജന ക്ലബ്ബുകൾ, വിനോദ കേന്ദ്രങ്ങൾ, കൂട്ടായ്മകൾ, കലാപരിപാടികൾ, യോഗ പരിശീലനം, ധ്യാന ക്ലാസുകൾ തുടങ്ങിയവ സംഘടിപ്പിക്കുന്നു. ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കാനും സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്താനും ഇത്തരം പരിപാടികൾ സഹായകമാകുന്നു. സംസ്ഥാന സർക്കാർ ആരോഗ്യ മേഖലയിലും വയോജനങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകുന്നു. സർക്കാർ ആശുപത്രികളിൽ ജീരിയാട്രിക് വിഭാഗങ്ങൾ ശക്തിപ്പെടുത്തുകയും വയോജനങ്ങൾക്ക് പ്രത്യേകം OP സേവനങ്ങൾ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രമേഹം, ഹൃദ്രോഗം, മസ്തിഷ്കം, കാഴ്ച പ്രശ്നങ്ങൾ, കേൾവി പ്രശ്നങ്ങൾ തുടങ്ങിയ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള സ്ക്രീനിംഗ് ക്യാമ്പുകളും സ്ഥിരമായി സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യം ഉറപ്പാക്കുകയാണ് ഈ പദ്ധതികളുടെ പ്രധാന ലക്ഷ്യം. സാമ്പത്തിക സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട സഹായമാണ്. പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം വിവിധ സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും ഉയർത്തുന്നുണ്ട്. നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങൾ പരിഗണിച്ച് ഭാവിയിൽ പെൻഷൻ വർധന സംബന്ധിച്ച തീരുമാനങ്ങൾ സർക്കാർ കൈക്കൊള്ളുമോ എന്ന് നിരവധി വയോജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിഷയമാണ്. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതുവരെ പെൻഷൻ വർധനവ് സംബന്ധിച്ച വാർത്തകൾ വിശ്വാസയോഗ്യമായ സർക്കാർ ഉറവിടങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാവൂ. വയോജനങ്ങളുടെ സ്വത്ത് സംരക്ഷണത്തിനും നിയമപരമായ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി വിവിധ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുന്നു. മാതാപിതാക്കളെയും മുതിർന്ന പൗരന്മാരെയും സംരക്ഷിക്കുന്ന നിയമത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. മക്കൾ ഉപേക്ഷിക്കുന്നതോ ആവശ്യമായ പരിചരണം നൽകാതിരിക്കുന്നതോ പോലുള്ള സാഹചര്യങ്ങളിൽ നിയമപരമായ സംരക്ഷണം ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങളും നിലവിലുണ്ട്. ഡിജിറ്റൽ സേവനങ്ങളുടെ വ്യാപനത്തോടൊപ്പം വയോജനങ്ങൾക്കും സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ പരിശീലനം നൽകുന്ന പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. ഓൺലൈൻ ബാങ്കിംഗ്, മൊബൈൽ ആപ്പുകൾ, സർക്കാർ സേവനങ്ങൾ, ടെലിമെഡിസിൻ സേവനങ്ങൾ എന്നിവ ഉപയോഗിക്കാൻ വയോജനങ്ങളെ പ്രാപ്തരാക്കുക എന്നതാണ് ലക്ഷ്യം. ഇത് അവരുടെ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുകയും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട സാഹചര്യം കുറയ്ക്കുകയും ചെയ്യുന്നു. വയോജനങ്ങൾക്ക് വേണ്ടി കുടുംബശ്രീയും വിവിധ സന്നദ്ധ സംഘടനകളും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതികൾക്കും വലിയ പ്രാധാന്യമുണ്ട്.
പോഷകാഹാര വിതരണം, ആരോഗ്യ പരിശോധന, കൂട്ടായ്മകൾ, വിനോദ പരിപാടികൾ, കൗൺസിലിംഗ് സേവനങ്ങൾ എന്നിവ വഴി വയോജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഗ്രാമീണ മേഖലകളിൽ ഇത്തരം പദ്ധതികൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ഭാവിയിൽ കേരളം ഒരു ഏജിംഗ് സൊസൈറ്റിയായി മാറുമെന്ന വിലയിരുത്തലുകൾ വിദഗ്ധർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനാൽ വയോജനങ്ങളുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ട് പദ്ധതികൾ രൂപീകരിക്കുന്നത് അനിവാര്യമാണ്. ആരോഗ്യ സേവനങ്ങൾ, താമസ സൗകര്യങ്ങൾ, സാമൂഹിക സുരക്ഷ, സാമ്പത്തിക സഹായം, നിയമസംരക്ഷണം, മാനസികാരോഗ്യ പിന്തുണ തുടങ്ങി എല്ലാ മേഖലകളിലും സമഗ്രമായ ഇടപെടലുകൾ ആവശ്യമാണ്. ഈ ലക്ഷ്യത്തോടെയാണ് പുതിയ വയോജന നയവും വിവിധ ക്ഷേമ പദ്ധതികളും മുന്നോട്ടു പോകുന്നത്. കേരളത്തിലെ ഓരോ വയോജനത്തിനും സുരക്ഷിതവും സന്തോഷകരവും ആരോഗ്യകരവുമായ ജീവിതം ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതികളുടെ അത്യന്തിക ലക്ഷ്യം. ജീവിതകാലം മുഴുവൻ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിച്ച മുതിർന്ന പൗരന്മാർക്ക് വാർദ്ധക്യകാലത്ത് ആവശ്യമായ കരുതലും സംരക്ഷണവും ലഭിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. സർക്കാർ പദ്ധതികളോടൊപ്പം കുടുംബാംഗങ്ങളുടെയും സമൂഹത്തിന്റെയും പിന്തുണ ലഭിക്കുമ്പോഴാണ് വയോജനങ്ങളുടെ ജീവിതം യഥാർത്ഥത്തിൽ സന്തോഷകരമാകുന്നത്. അതുകൊണ്ട് തന്നെ വയോജന ക്ഷേമം ഒരു സർക്കാർ പദ്ധതി മാത്രമല്ല, മറിച്ചൊരു സാമൂഹിക ഉത്തരവാദിത്വം കൂടിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.